നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പൊന്നാനി ബിയ്യത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസിൽ 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ഒടുവിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയ പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായമരക്കാർ വീട്ടിൽ സുഹൈൽ, പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീട്ടിലെ പറമ്പിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞു കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തുണിയിൽ 1.5 അടി താഴ്ചയിൽ കുഴിച്ചിട്ട് അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത്. അത് ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ജാമ്യം നേടി ഈ സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ വയ്ക്കാമെന്നുള്ളത് ഉദ്ദേശിക്കുകയാണ്. മോഷണം നടന്ന വീടിന്റെ സമീപമാണ് സുഹൈലിന്റെ ഭാര്യ വീട്. കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. 8 മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയത് എങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതരാവുകയായിരുന്നു. ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെയും വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് 3500-ലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് 29 ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നത് റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നമ്മളിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല ഘട്ടങ്ങളിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് കേസിനാസ്പദമായ മോഷണം നടന്നത്. നിരീക്ഷണ ക്യാമറ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടഞ്ഞിരുന്നു. കേസിനു പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. പ്രഭു എന്ന മുൻകാലത്തിൽ ക്രിമിനൽ റെക്കോർഡ്സുള്ള വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം ഓടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒട്ടും സമയം കളയാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ, പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത്, പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ, പൊന്നാനി പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, മലപ്പുറം എന്നീ സബ് ഡിവിഷനുകളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്ന പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത്. CCTV ന്യൂസ്, പുന്നൂർകുളം. കൂടല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്ക്. കൂടല്ലൂർ കുമ്മൻതോട് പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ഡിസംബർ 26-ന് പട്ടാമ്പിയിൽ നടക്കും. ജില്ലയിൽ 20 മുതലാണ് അദാലത്ത് ആരംഭിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ എസ് ചിത്ര പട്ടാമ്പിയിൽ അറിയിച്ചു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുവാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ജില്ലയിൽ ഡിസംബർ 21 മുതൽ ജനുവരി 3 വരെയാണ് നടത്തുന്നത്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയുടെയും MP രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ. 26-നാണ് പട്ടാമ്പി താലൂക്ക് തല അദാലത്ത് നടക്കുക. രാവിലെ ചിത്ര ഓട്ടോത്തിൽ വെച്ചാണ് അദാലത്ത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ജില്ലാ കളക്ടർ എസ് ചിത്ര പറഞ്ഞു. പട്ടാമ്പി താലൂക്കിന് ഡിസംബർ 26-ാം തീയതിയാണ് നടത്തുന്നത്. അത് ഇപ്പോഴും അതിൻ്റെ പോർട്ടൽ വഴി പരാതികൾ, നിശ്ചിതമായിട്ടുള്ള വിഷയങ്ങളിലുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് നൽകാം. ആ പരാതികളൊക്കെ കൃത്യമായിട്ട് അദാലത്ത് തീയതിക്ക് മുമ്പ് തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി മറുപടി നൽകും. ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാം.
അതുകൂടാതെ പുതിയ പരാതികളും അന്നേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരിട്ട് കൊടുക്കാം. മന്ത്രിമാർക്ക് നേരിട്ട് പരാതികൾ നൽകുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ 21 മുതൽ അദാലത്തുകൾ ആരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി പെൻഷൻകാരും ജീവനക്കാരും നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്താനും DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കാനുമാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ തൃത്താല നിയോജകമണ്ഡലം 40ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് P. ഇബ്രാഹിംകുട്ടിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടും PV നാരായണൻ വരവ് ചില കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. പോൾ, ജില്ലാ സെക്രട്ടറി K. അബ്ദുൾ റഷീദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. മൂസക്കുട്ടി, MV ഹംസ, അബൂബക്കർ മാസ്റ്റർ, രാജൻ പുന്നൊളി, ഉഷ കുമ്പിടി തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ജനുവരി മുതൽ തുടങ്ങുന്ന അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായാണ് ബുധനാഴ്ച കലാമണ്ഡലത്തിന് മുന്നിൽ അവകാശ ദിനം നടത്തിയത്. നിരവധി തവണ അധികൃതരോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ബുധനാഴ്ച കലാമണ്ഡലത്തിന്റെ മുൻപിൽ അവകാശ ദിനം ആചരിച്ചത്. തുടർന്ന് കലാമണ്ഡലം ഓഫീസിൽ ചെന്ന് വൈസ് ചാൻസലർക്ക് നിവേദനവും നൽകി. തിരിച്ച് പ്രകടനമായി വന്ന് കലാമണ്ഡലത്തിന്റെ മുൻപിൽ ധർണ നടത്തി. യൂണിയൻ പ്രസിഡന്റും കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പലുമായ M. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം PV ഈശ്വരനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം M. കൃഷ്ണകുമാർ സ്വാഗതവും കലാമണ്ഡലം PN ഗിരിജ നന്ദിയും പറഞ്ഞു. UGC 6-7 ശമ്പള പരിഷ്കരണങ്ങളിലെ അനോമലി പരിഹരിച്ചു കിട്ടുന്നതിന് നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത നിവേദനത്തിന്മേൽ സർക്കാരിൽ നിന്ന് നാളിതുവരെ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. CCTV ന്യൂസ്, തളി. 70-90 വർഷത്തെ പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് മുമ്പിൽ വെള്ളത്തോട് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലെ അച്ഛന്മാരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത വിശ്വോത്തരമായ സ്ഥാപനം നിരവധി കാലം ജോലി ചെയ്ത് അവർക്ക് അർഹപ്പെട്ട പെൻഷൻ, കമ്മ്യൂട്ടേഷൻ, TCRG തുടങ്ങിയ ലഭ്യമാവേണ്ട പരിഷ്കരണങ്ങൾ ലഭിക്കാതെ പോകുന്നത് കലയോടും സ്ഥാപനത്തോടും ജീവനക്കാരോടും കലാകാരന്മാരോടും ചെയ്യുന്ന അനീതിയാണ്. ഇത് കണ്ടില്ല നടിക്കുന്നത് ഭരണാധികാരികൾ മുഖം മറച്ചിരിക്കുന്ന പോലെയാണ്. തീർച്ചയായും ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. നടപ്പിലാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് 2011 അനുവദിച്ച ഉത്തരവ് 2012 മാർച്ചിലാണ്. ഇതുമൂലം 96 മുതൽ 2005 ഡിസംബർ വരെയുള്ള ശമ്പള സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന DCRGയും കമ്മ്യൂട്ടേഷൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കഷ്ടം. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വിവിധ പ്രാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയും ഇതിന് പരിഹാരം നേടിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഞങ്ങളോട് അനങ്ങാപ്പാറ നയമാണ്. 6ാം ശമ്പള പ്രശ്നം തന്നെ നേടിയത്. ഇടവേള. എന്താ സിത്താര, ആകെ ടെൻഷനിലാണല്ലോ. ഫൈസൽ ഭായ്, എബ്രോഡുള്ള എന്റെ കസിനും ഫാമിലിയും അവരുടെ പഴയ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതിനിപ്പോ എന്താ? ആ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം പഴയതാ. ഇനി അതൊക്കെ മാറ്റി പുതിയത് വാങ്ങിക്കാനായിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യണം പോലും. ഇതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യാൻ എനിക്ക് വല്ല മാജിക്കും അറിയൂ? ഞാനൊരു ഓപ്ഷൻ പറയട്ടെ. എല്ലാവർക്കും ഉള്ള തലവേദനയാണ് പുതിയ ഫർണിച്ചർ വാങ്ങുമ്പോൾ പഴയത് എന്ത് ചെയ്യുമെന്ന്. ഇനി ആ ടെൻഷൻ വേണ്ട. പഴയ ഫർണിച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങാൻ ഐഫ അവസരമൊരുക്കുന്നു. കൂടാതെ EMI സൗകര്യങ്ങളും. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസിലാകുന്നു. ഈ മാസം 30-നകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജനുവരി 25-നകം മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം.
സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാക്കി മാറ്റുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സിവിൽ സ്റ്റേഷനുകളിലെ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാകും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലും തുടക്കമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഓഫീസുകളിലെ മേധാവികളുടെ യോഗം പട്ടാമ്പിയിൽ ചേർന്നു. സിവിൽ സ്റ്റേഷനിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ മാസം 26-നകം നടപ്പാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഹരിത ഓഫീസുകളാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ 30-നകം പൂർത്തിയാക്കണം. ജനുവരി 25-നകം മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനമെന്നും ജില്ലാ കളക്ടർ എസ് ചിത്ര സൂചിപ്പിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഓഫീസുകൾക്ക് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾ മിക്കതും ഹരിത ഓഫീസുകൾ ഏതാണ്ട് ആയി കഴിഞ്ഞു. ജനുവരി 25 വരെ വെയിറ്റ് ചെയ്യേണ്ട. ഡിസംബർ 31-ന് മുൻപ് തന്നെ ഹരിത ഓഫീസ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും, ബോർഡുകൾ വെക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു അസസ്മെന്റ് ശുചിത്വ മിഷന്റെ ഭാഗത്തുനിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും നടത്തിയിട്ട് ജനുവരി 25-ന് മുമ്പ് തന്നെ എല്ലാ ഓഫീസുകളെയും ഡിക്ലെയർ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, നമുക്കൊരു ഓഫീസിലൊരു മാസ് ക്ലീനിങ് ഹരിത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഒരു ദിവസം, ഒരു ഹാഫ് ഡേ, പഴയ ഫയലുകൾ കേഡിസ് ഡീഡിസ് അങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ട ഫയലുകൾ മാറ്റി അത് ഏജൻസികൾക്ക് കൊടുക്കുക. ഫർണിച്ചറും ഇ വേസ്റ്റും ഡിസ്പോസ് ചെയ്യേണ്ടത് അതും കൃത്യമായിട്ട് ഏജൻസികൾക്ക് കൊടുക്കുക. അപ്പൊ അത് ഈ രണ്ട് കാര്യങ്ങളും, ക്ലീനിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളും ഡിസംബർ 31-ന് മുൻപ് തന്നെ തീർക്കുക. നഗരസഭയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകളും നൽകും. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ യോഗത്തിൽ വിശദീകരണം നടത്തി. തഹസിൽദാർ ഗിരിജാദേവി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ മോഹൻ, പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി, ബ്ലോക്ക് BDO മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പട്ടാമ്പിയിൽ കോൺഗ്രസ് KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA CP മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പട്ടാമ്പി കോളേജ് ജംഗ്ഷൻ പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന കൊള്ളസംഘമായി മാറിയ പിണറായി സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച KCB ഓഫീസ് മാർച്ചിന് ഈ വാഹനത്തിന്റെ തൊട്ട് പുറകിലായി കടന്നു വരുന്ന സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന KCB ഓഫീസിന്റെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച തുടർന്ന് KCB ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 6 തവണ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നില്ല. അതിന്റെ ഒരു മനഃശാസ്ത്രം ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് ഇത് അനുഭവപ്പെടാതെ പോകാൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചൊരു ഇംഗ്ലീഷ് കഥയുണ്ട്. ഒരാൾക്ക് ജീവനുള്ള തവളയെ കൊല്ലണം. അപ്പോ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം തിളക്കുമ്പോ അതിൽ തവളയെ ഇട്ടാൽ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ചൂടറിയാതെ തവള കൊല്ലപ്പെടണം. അതിനാദ്യം പച്ചവെള്ളത്തിൽ തവളയെ ഇട്ട് അതിന്റെ അടിയിൽ തീ കൊളുത്തി മെല്ലെ മെല്ലെ ചൂടാവുമ്പോ തവള ഈ ചൂടറിയാതെ ചാവും. ഇതൊരു മനഃശാസ്ത്രമാണ്. അതുപോലെയാണ് 10 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് 10 തവണ ഓരോ രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, KR നാരായണസ്വാമി, AT ഉമ്മർ, C സംഗീത, ജിതേഷ് മൊഴിക്കുന്നം, ഉമ്മർ കീഴായൂർ, P രൂപേഷ്, KN സന്തോഷ് കുമാർ, EP യൂസഫ്, സെയ്ദ് കോട്ടനാട്, വാഹിദ് കൽപ്പക, കോടിയിൽ ജമാൽ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ ദാറുജ്ജദാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിന്റെ 30ാം വാർഷിക സനദ്ദാന സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. 4 ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം നേടുന്ന പണ്ഡിതന്മാർക്ക് ഹുദവികൾ എന്നാണ് പറയപ്പെടുക. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന്
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുഭാഷാ പണ്ഡിതന്മാരായും മതപഠനത്തോടൊപ്പം തന്നെ വളരെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളുടെ ബിരുദം, അത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വിവിധ ഭാഷകളിലും വിവിധ മേഖലകളിലും ബിരുദവും ബിരുദാനന്തരവും PhDയും ഒക്കെ നേടിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് ഹുദവി പണ്ഡിതന്മാർ. അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനമാണ് ദാറുൽ ഹുദയുടെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. 10 വർഷം നമ്മുടെ സ്ഥാപനത്തിൽ പഠനം നടത്തി പിന്നെ 2 വർഷം ഉപരിപഠനം പൂർത്തിയാക്കുമ്പോഴാണ് അവർ ഹുദവിമാരാവുക. പാലക്കാട് ജില്ലയിലെ നമ്മുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായി 167 ഹുദവികൾ പുറത്തിറങ്ങി. ഇപ്പൊ നിലവിൽ അവിടെ 311 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം 30ാം വാർഷികത്തോടനുബന്ധിച്ച് 41 വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ബിരുദം നൽകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന 4 ദിവസത്തെ പ്രോഗ്രാമാണ്. 20 വെള്ളിയാഴ്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.